ഞാൻ പ്രകൃതിയുടെ സതുദ്ദേശമല്ല, സ്വോദ്ദേശ്യത. ഈ പ്രപഞ്ചത്തിൽ ഒരു ചെറിയ അണു ചലിക്കുന്നത് പോലും പ്രകൃതിയുടെ സ്വോദ്ദേശ്യപൂർവമായ ഇടപെടലാണ് എന്ന് ഒരുവൻ കരുതുന്നു എന്ന് വന്നാൽ ആ സ്വോദ്ദേശ്യതയിലെ ഒരു അംശം മാത്രമായി അവനും മാറും. പ്രകൃതിയുടെ സ്വോദ്ദേശ്യതയെ സംശയിക്കുമ്പോൾ മാത്രമാണ് മാനവശാസ്ത്രങ്ങൾ രംഗപ്രവേശം ചെയ്യുന്നത്. യാതൊരു ദുരയും പ്രത്യേകിച്ചില്ലാത്ത, യാതൊരു നേട്ടവും കൊയ്യാനില്ലാത്ത, തന്റെ പ്രാപഞ്ചികമായ നില സർവതോഭദ്രമായി തുടരുവാൻ മാത്രം ആഗ്രഹിക്കുന്ന ഉണ്ടെങ്കിൽ പ്രകൃതിയുടെ സ്വോദ്ദേശ്യത സംശയിക്കുന്ന മനുഷ്യൻ മമതയുള്ള, അഭിമാനമുള്ള, അറിവില്ലെങ്കിൽ കൂടി അഹങ്കാരമുള്ള, മറ്റുള്ളവരെ എല്ലാം ഹിംസിച്ചും താൻ വലുതാകണമെന്ന് ആഗ്രഹിക്കുന്ന, തന്റെ പേരും പെരുമയും ദിഗന്ധങ്ങളിൽ നടുങ്ങണമെന്ന് വിചാരിക്കുന്ന, താനൊഴിച്ചെല്ലാം അജ്ഞാനത്തിലാണെന്ന് വിശ്വസിക്കുന്ന മാനവന്റെ സ്വോദ്ദേശ്യതയ്ക്ക് പൂർണ്ണതയുണ്ടെന്നും അതാണ് ശരിയെന്നും ആ സ്വോദ്ദേശ്യതയുള്ള മാനവർ കണ്ടെത്തിയതൊക്കെയാണ് ശാസ്ത്രമെന്നും പറയുന്നതാണ് നിങ്ങളുടെ ശാസ്ത്രങ്ങളും സാങ്കേതിക വിദ്യകളും. ഇൻ ടോട്ടോ. എന്റെ ഈ ആർഗ്യുമെന്റ് ഏതെങ്കിലും അംശത്തിൽ തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് പറയാം. ശാസ്ത്രജ്ഞനും ടെക്നീഷ്യനും അതിന്റെ പ്രയോജനങ്ങൾ അനുഭവിക്കുന്നവരും എല്ലാം ഒരു ഭാഗത്തും അതിന്റെ ചൂഷണത്തിന് വിധേയമാകുന്ന ഒരു പറ്റം മാനവരുൾപ്പെടെയുള്ള ഈ പ്രാപഞ്ചിക പ്രകൃതി മുഴുവൻ മറുഭാഗത്തും വരുമ്പോൾ അവന്റെ ചൂഷണ ഉപാധികളിൽ മമതയും രാഗവും അഹന്തയും എല്ലാം നിലകൊള്ളുകയും അതിനെ സർവോത്തമമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുകയും മാത്രമാണ് ശാസ്ത്രവും സാങ്കേതിക വിദ്യയും ഇന്നോളം മാനവനോടും പ്രകൃതിയോടും ചെയ്തിട്ടുള്ളത്. ഈ പ്രാപഞ്ചിക തലങ്ങളിൽ അരുളു മുതൽ ഇരുളു വരെ, അണു മുതൽ വിഭു വരെ കാണപ്പെടുന്ന ഈ ജീവജാലങ്ങളിലെ ഒരു പറ്റം മനുഷ്യനെ മുൻനിർത്തിയും അതിൽ ചെറിയൊരു വിഭാഗം വരുന്ന മമതാഭിമാനങ്ങൾ കൊടുമുടിയിലെത്തിയ ഒരു ന്യൂനപക്ഷത്തെ മാത്രം ലക്ഷ്യം വച്ചും ഉണ്ടായിട്ടുള്ളവ മാത്രമാണ് എല്ലാ ശാസ്ത്ര സാങ്കേതിക രഹസ്യങ്ങളും വിദ്യകളും. ഇതാണ് എൻ്റെ ആക്ഷേപം. അതിൽ പോയി പഠിച്ചും അതിലേതാണ്ടൊക്കെ അറിയാമെന്ന് അഭിമാനിച്ചും അതൊക്കെ എൻ്റേതു കൂടിയാണെന്ന് മമത പൂണ്ടും അതൊക്കെ വളരുമ്പോൾ ഞാനും വളരുന്നുണ്ട് എന്ന് തെറ്റിദ്ധരിച്ചും അതിൻ്റെ വളർച്ചയിൽ എനിക്കും സൗഭാഗ്യമുണ്ടെന്ന് വിശ്വസിച്ചും അതിൽ നിന്ന് പുറത്തേക്ക് വഴുതി വീഴുന്ന നക്കാപ്പിച്ചകൾ ആസ്വദിച്ചും കുറെ പേരുണ്ടാകാം. ഈ പദങ്ങളൊക്കെ അടിവരച്ച് കേൾക്കണം. സമഗ്രവും സർവാംഗീണവുമായ ഒരറിവിനെ അത് പ്രതിനിധീകരിക്കുന്നില്ലെന്നു മാത്രമല്ല, മാനവനെ മാറ്റി നിർത്തിയാൽ ബാക്കി ജീവജാലങ്ങളെയും അതിൻ്റെ ജീവസ്സുകളെയും
അതിലെ ജീവന്റെ സ്വഭാവങ്ങളെയും അത് പൂർണ്ണമായി നിരാകരിക്കുന്നുണ്ട്. മാനവനിൽ തന്നെ ഈ ലോകങ്ങളിലേക്ക് എത്താത്തവരെ മുഴുവൻ അത് നിരാകരിക്കുന്നുണ്ട്. ശാസ്ത്രം, സാങ്കേതിക വിദ്യ നർമ്മദയുടെ ഉച്ചസ്ഥായിയിൽ അണകെട്ടി ഗുജറാത്തിന്റെ ഭൂമിയിലേക്ക് വ്യവസായികൾക്ക് വെള്ളം കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ തീരങ്ങളിലെ കർഷകനെയോ കൃഷിയെയോ കർഷക വൃത്തിയെയോ അവിടുത്തെ മനുഷ്യന്റെ ജീവിതത്തെയോ വെള്ളം പൊങ്ങുമ്പോൾ മുങ്ങിച്ചാകുന്ന അവന്റെ മരണത്തെയോ പോലും നിങ്ങളുടെ കോടതിയോ ഗവൺമെന്റോ ബുദ്ധിജീവികളോ ശാസ്ത്രകാരന്മാരോ കണ്ടുപിടുത്തങ്ങളോ ആ പുരോഗതിയിൽ അഭിമാനിക്കുന്ന ഇവിടെ ഇരുന്ന് മീറ്റിങ്ങുകൾ കൂടുന്ന നിങ്ങൾ പോലുമോ കാണുന്നില്ല. നമ്മുടെ നേരെ മുമ്പിൽ കാണുന്ന സത്യമായി പറഞ്ഞു. ചാകാൻ പോകുന്നവൻ ചത്തു കഴിഞ്ഞ് നമുക്ക് ആലോചിക്കാം, ആദ്യം ഉയരം കൂട്ടട്ടെ എന്ന് പറഞ്ഞ കോടതിയാണ് നിങ്ങളുടേത്. നോറസ് മാനവ ജീവൻ ഒരു വിഷം വരുമ്പോൾ, ഒരു വെള്ളത്തിൽ മുങ്ങുമ്പോൾ, നീന്തലറിയാതെ തുടിക്കുമ്പോൾ എത്ര പടയുന്നുവോ അത്രയും അവിടുത്തെ ചെടികളും ജീവജാലങ്ങളും ഉറുമ്പ് വരെയുള്ള അരുള് മുതൽ ഇരുട് വരെ അണു മുതൽ വിഭു വരെ സമസ്ത ജീവജാലങ്ങളും തുടിക്കുമെന്ന് അറിയുന്നൊരു കവിഹൃദയമുള്ള ശാസ്ത്രകാരന് മാത്രമേ അതിന്റെ വേദന ഏറ്റുവാങ്ങുവാനും ആ പ്രകൃതിയുടെ മർമ്മരം അറിയുവാനും കഴിയൂ. നോറസ് നോറസ് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ശാസ്ത്രം ഒരു ന്യൂനപക്ഷത്തിന് ഇവിടുത്തെ ജീവജാലങ്ങളെ ചൂഷണം ചെയ്യുവാനുള്ള ഏറ്റവും വൃത്തിഹീനമായ, ഏറ്റവും അപരിഷ്കൃതമായ, ഏറ്റവും നാശോന്മുഖമായ ഒന്ന് മാത്രമാണ്. അത് പഠിക്കുവാനാണ് നിങ്ങൾ ഇത്രയും കാലം കച്ച കെട്ടിയതെങ്കിൽ ആ പഠിപ്പ് നിങ്ങളെ അറിവിന്റെ ഒരു അന്തരാളങ്ങളിലും എത്തിക്കില്ലെന്ന്. ഇവിടെ നിങ്ങളുടെയും മാനവന്റെയും സോദ്ദേശതയും ശാസ്ത്രത്തിന്റെ സോദ്ദേശതയും ചോദ്യം ചെയ്യപ്പെടുമ്പോൾ നിങ്ങളുടെ വാ തുറക്കാനുള്ള അറിവ് നിങ്ങൾക്കും ആ ശാസ്ത്രത്തിനും ഇല്ലെന്ന്. ഇരുപതാം നൂറ്റാണ്ടിലാണ് പറയുന്നത്. പരിഷ്കൃതരായ എറണാകുളത്തെ ആളുകളോടാണ് പറയുന്നത്. ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ഒക്കെ വരെ ഇത് തന്നെ ഒരു ചെയ്യലാണല്ലോ. നമ്മുടെ സങ്കല്പങ്ങൾ മാനവ സോദ്ദേശ്യതയെ പൂർണ്ണമെന്നും പ്രകൃതിയുടെ സോദ്ദേശ്യതയെ അപൂർണമെന്നും ചിന്തിക്കുന്നിടത്ത് മാറുമോ എന്നെങ്കിലും ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത് എന്താണ്? ശാസ്ത്രം ഗംഭീരമാണ്, ശാസ്ത്രം അധ്വാനമാണ്, ശാസ്ത്രം സമ്പത്താണ്, അങ്ങനല്ലേ? ശാസ്ത്രം ജനനന്മയ്ക്കാണ്. ശരിയല്ല. ശാസ്ത്ര സാഹിത്യ പരിഷത്തൊക്കെ ഇങ്ങനെയാ പറയുന്നതെന്ന് തോന്നുന്നു. ശാസ്ത്രം അധ്വാനം, ശാസ്ത്രം സമ്പത്ത്, സമ്പത്ത് ജനനന്മയ്ക്ക്. പ്ലക്കാർഡൊക്കെ ആയിട്ട് പിള്ളേർ പോകുന്ന കാണാം. 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും പഠിക്കും. പാവങ്ങളെ ചെറുപ്പത്തിലെ കളിപ്പിക്കും. ആടിനെ ഇടയൻ തെളിയിക്കുന്നത് പോലെ ആടറിയുന്നില്ല കറക്കാനും അവസാനം വെട്ടാനുമാണെന്ന്. ഊറ്റിയെടുക്കാവുന്നതോളം പാല് ഊറ്റി അവസാനം വെട്ടാനാ ഇതിനെത്തിയിട്ടുന്നത്. പിണ്ണാക്കൊക്കെ കലക്കി കൊടുക്കുമ്പോ സ്നേഹത്തിന് വരികയാണെന്നാ വിചാരിക്കുന്നത്. കറവയൊന്ന് വറ്റട്ടെ. തിരുവിതാംകൂറിലെ തൊഴുത്തുകളിൽ കാളയും പശുവും ഉണ്ടാവും. കറക്കുമ്പോൾ പശുവിന് പിണ്ണാക്കും വെള്ളമൊക്കെ കൊടുക്കും, കാളയ്ക്ക് പുളിയരിയൊക്കെ കൊടുക്കും. കറവ നിന്നാൽ
കാളയെ ഉഴണ്ടത് കൊണ്ടും വണ്ടിയെ കെട്ടേണ്ടത് കൊണ്ടും അതിന് പുളിയരിയും പിണ്ണാക്കും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ആ പാത്രം കഴുകി കൊടുക്കും. മനസ്സിലായില്ല? മനസ്സിലായില്ല? പശുവിന് പാത്രം കഴുകി കൊടുക്കും. ഇതൊന്നും കണ്ടിട്ടില്ല. കാരണം തിരുവിതാംകൂറുകാർ ലാഭം നോക്കിയിട്ടേ വെള്ളം കൊടുക്കുകയുള്ളൂ. എവിടം വരെ സങ്കല്പിക്കാം. അതെ, എനിക്കത് കുഴപ്പമില്ല. എനിക്കതിന് യാതൊരു ആക്ഷേപവും. ഞങ്ങൾ എവിടെ പെടുമെന്നുള്ള നിങ്ങളുടെ തർക്കത്തിൽ അതിന് ഉത്തരവുണ്ടെന്ന് ഞാൻ പറയും. നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഞാനും നിങ്ങളുമൊക്കെ ശാസ്ത്രത്തിന്റെ, ഭൗതിക ശാസ്ത്രത്തിന്റെ വക്താക്കളായി മാറുമ്പോൾ ചൂഷണത്തിന്റെ വക്താക്കളാകുന്നുണ്ടോ എന്ന്. ഭൗതിക ശാസ്ത്രവും ചൂഷണരാഹിത്യവും ഒരുമിച്ച് പോകുമോ എന്ന്. വെറുതെ ഇരിക്കുമ്പോൾ ചിന്തിച്ചു നോക്കുക. അങ്ങനൊന്നും നിങ്ങൾ ചിന്തിക്കുകയില്ലെങ്കിൽ ഇപ്പൊ ഞാൻ ചിന്തയ്ക്ക് ഒരു വിത്തിട്ട് തന്നു എന്ന് വിചാരിക്കുക. എന്റെ കൂടെ ഒന്നും നിൽക്കണ്ട, നിങ്ങൾ സ്വയം ചിന്തിച്ചിട്ട് തീരുമാനിച്ചാൽ മതി. കാരണം സത്യത്തിന് ആരുടെയും കൂടെ ഒന്നും നിൽക്കണ്ട. സത്യം സ്വതന്ത്രമാണ്, കേവലമാണ്. അത് ഏകാന്തതയിൽ മാത്രം ബോധ്യപ്പെടുന്നതാണ്. ഏതെങ്കിലും ഒരു കൂട്ടായ്മയുടെ സംവേദനക്ഷമത ഉണർന്നാൽ നഷ്ടപ്പെടുന്നതാണ്. എന്റെ രാജ്യത്തോട്, എന്റെ ജനതയോട്, എന്റെ മനുഷ്യവംശത്തോട്, എന്റെ കൂട്ടുകാരോട് ഏതിനോട് മമതയുണ്ടായാലും അതിലുണരുന്ന ശാസ്ത്രം ചൂഷണ ഉപാധിയായി മാറുകയും സത്യം മറയുകയും ചെയ്യും. മനസ്സിലായില്ല? സത്യം മറയ്ക്കുന്നത് ബന്ധങ്ങൾ മാത്രമാണ്. ശാസ്ത്രം ഉണ്ടാക്കുന്നത് ബന്ധങ്ങൾ മാത്രമാണ്. എൻ്റെ അമ്മ അരി അരയ്ക്കുമ്പോൾ അരയ്ക്കുന്ന കഷ്ടപ്പാട് ഒഴിവാക്കാനാണ് അതിന് കൂടിയൊരു ശാസ്ത്ര സാങ്കേതിക വിദ്യ കണ്ടെത്തുന്നതെങ്കിൽ മമതയിലുണ്ടാക്കിയ ആ ശാസ്ത്രം വേറെ 100 പേർക്ക് പീഡനം ഉണ്ടാക്കുന്നതായിരിക്കും. മനസ്സിലായില്ല? മനസ്സിലായില്ല? മാനവചേതനയിൽ ഉണ്ടാക്കുന്ന എല്ലാം പ്രകൃതിയുടെ നിർമ്മമമായ സ്വദേശതയിലെ ജീവജാലങ്ങളുടെ കണ്ണികളെ അറുക്കുവാൻ പ്രേരിപ്പിക്കുന്നവ മാത്രമാണ്. അതാണ് ഞാൻ മുമ്പ് ഉദാഹരണമായി പറഞ്ഞത്. ജീവജാലങ്ങൾ കൂടിയിടത്ത് സ്വദേശമായി ഒഴുകുന്ന നദി. 4 പേർക്ക് വെള്ളം കൊടുക്കുകയും വെള്ളം കുടിക്കുകയും ചെയ്യുന്നവൻ വീട് വയ്ക്കുമ്പോൾ തന്നെ അതിൻ്റെ ഈശാന കോണിൽ ഒരിടത്ത് ജലത്തിന്റെ സ്രോതസ്സുകൾ സ്വയമേവ ഉണ്ടാകുന്ന പ്രകൃതി. ആർക്കും വെള്ളം പ്രയോജനപ്പെടുത്താത്തവൻ ഒരു സ്ഥലം വാങ്ങിക്കുമ്പോൾ അവിടെയുണ്ടാകുന്ന ജലസ്രോതസ്സുകൾ അവനറിയാതെ അന്തർധാനം ചെയ്യുന്ന പ്രകൃതി. തൊണ്ണൂറ്റിരണ്ടില് ആർക്കിയോളജി വകുപ്പും തച്ചനും ഡിവൈൻ കണ്ടെത്തുന്നവനും വെള്ളമുണ്ടെന്ന് ഉറപ്പിച്ചു പറഞ്ഞ് 95-ൽ ഞാൻ ചെന്നൊരു സ്ഥലം വാങ്ങിച്ച് വെള്ളം ധാരാളമുണ്ടെന്നറിഞ്ഞതിൻ്റെ പേരിൽ ഒരു പണിയും തുടങ്ങി. ആ പണി കഴിഞ്ഞ് അവിടെ കുഴി കുത്തുമ്പോൾ
ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാതാകുന്നുവെങ്കിൽ 92 കണ്ടെത്തിയ വെള്ളം 95 മൺമറയുകയാണ്. മനസ്സിലായില്ല? അതിലെന്റെ മനസ്സ് പങ്കുവഹിക്കുന്നുണ്ടാകുമോ? അതല്ല സുനാമിയും മറ്റു മാറ്റങ്ങളുമൊക്കെയാണെന്ന് പറയുന്ന ബാഹ്യമാറ്റങ്ങളായിരിക്കുമോ? ബാഹ്യമാറ്റങ്ങളാണെന്ന് പറയുന്ന സാഖ്യ ചിന്തകളുടെ ലോകങ്ങളും എന്റെ മാറ്റമാണെന്ന് പറയുന്ന യോഗബുദ്ധിയുടെ ചിന്തകളും ലോകത്ത് രണ്ട് ചിന്തകളായി എന്നും ഭരിക്കുന്നു. ഞാൻ എത്ര പറഞ്ഞാലും മറ്റേ ചിന്തയാണ് നിങ്ങളുടെ അന്തരാളങ്ങളിലെങ്കിൽ നിങ്ങൾക്കൊരു സംശയം പോലെ അത് കയറി വരും. സ്വാമി ഇന്നതുകൊണ്ടായിരിക്കില്ലേ? മനസ്സിലായില്ല? അത് മാറ്റാനാവില്ല. ജന്മഗുണത്തിന്റെ ഈ രണ്ട് ചിന്തകളാണ് ലോകത്തെ ഭരിക്കുന്നത്. ഒന്ന് വെളിച്ചത്തിലേക്കും ഒന്ന് ഇരുട്ടിലേക്കും മാനവനെ നയിക്കുന്നു. ഒന്ന് സമഗ്രതയിലേക്കും ഒന്ന് വ്യഗ്രതയിലേക്കും മാനവനെ നയിക്കുന്നു. ഒന്ന് സർവാശ്ലേഷിയായ പ്രേമത്തിലേക്കും ഒന്ന് സർവവിനാശകാരിയായ ഹിംസയിലേക്കും നയിക്കുന്നു. ഏതാണ് നമ്മളിൽ പ്രിഡോമിനൻസ്? അത് കണ്ടെത്തുവാനുള്ള ഒരു അവസരം അത് വിദ്യാഭ്യാസം നമുക്ക് തരുന്നുമില്ല. ഇത്രയേ ഉള്ളൂ സംഭവം. കേട്ടാൽ ഉടനെ അറിയില്ലേ? നമുക്ക് ഏതാണ് പെട്ടെന്ന് തോന്നുന്നത് എന്ന് കേട്ടാൽ അറിയില്ലേ? അവിടെ അത് സംഭവിച്ചു. അത് ഉള്ളിലാണ് തിരിച്ചറിയുന്നത്. ആ ഉള്ളിൽ തിരിച്ചറിയുന്നതിനൊരു ഒരു ജന്മജന്മാന്തര ഭാവം. പ്രകൃതിയോട് ഇണങ്ങുമ്പോഴുള്ളൊരു ഭാവം. വെടിവെക്കാൻ പോകുന്ന ഒരുത്തന്റെ തോക്ക് കണ്ട് അവനോട് വെടിവെക്കരുതെന്ന് പറയുന്നവൻ ചൂണ്ടിക്കാണിക്കുന്ന കുരങ്ങ് നിന്നെ തൊഴുകാണ് ചെയ്യുന്നത്, നീ അതിനെ കൊല്ലരുതേ എന്ന് പറയുമ്പോൾ അത് തൊഴുകല്ല ചെയ്യുന്നത്, അത് കൈ ചൊറിയുന്നതാണ്, നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണ് എന്ന് അവൻ വ്യാഖ്യാനിക്കുന്നത് രണ്ടുപേരുടെയും കാഴ്ചയ്ക്ക് മേൽ അവന്റെ അന്തർഗതം നടത്തുന്ന വ്യാഖ്യാനത്തിലാണ്. മനസ്സിലായില്ല? തൊഴുതിട്ടും അതിനെ കൊന്നു. ദുഷ്ടൻ. ശരിയല്ല? ചിലപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞ് അയാൾ പറഞ്ഞത് ശരിയാണോ എന്ന് തോന്നുന്നു. തൊഴുത് അതിനെ കൊന്നതിന്റെ പാപമാണോ എന്നറിയില്ല, എന്റെ കുഞ്ഞ് തൊഴുത് പിടിച്ച് മരിച്ചു കിടക്കുന്നു. ഇനി എന്താ ചെയ്യുക? വർഷങ്ങൾ കഴിഞ്ഞ് കാശ് കൊടുത്ത് ജ്യോതിഷിയെ കാണാൻ പോകുമ്പോൾ ഇന്ന് ഇവൻ ഉപയോഗിച്ച ഈ പദം അവനെ അത്രയും കാലം വേട്ടയാടുമെങ്കിൽ ഇവനെ ആ ചിന്ത വേട്ടയാടാതെ അത് മറഞ്ഞ് ഇനിയും ഈ ദുഷ്ടനോട് പറഞ്ഞിട്ട് കാര്യമില്ല, ദുഷ്ടതയുള്ളവരുടെ അടുക്കൽ ജീവിക്കരുത്, കാണരുതെന്നോർത്ത് അവൻ പിന്തിരിയുമ്പോൾ ഏതിനാണ് സനാതനത്വമുള്ളത്? ചോദ്യം മനസ്സിലായില്ല? OV വിജയനോടും വിജയം മാഷോടും പോയി ചോദിക്കുക. എളുപ്പത്തിൽ പറയാവുന്ന ഉദാഹരണങ്ങൾ അതാണ്. ഖസാക്കിന്റെ ഇതിഹാസം എഴുതിയ OV വിജയന്റെ അവസാന നാളുകളിലെ പദതല്ലജങ്ങൾക്ക് പരിണതി വന്നിരുന്നുവെന്നാണ് എൻ്റെ വിശ്വാസം. ഈസങ്ങൾക്ക് ഭാവഗീതം രചിച്ച വിജയൻ മാഷ് ഇന്ന് മലയാളത്തിൽ എഴുതുമ്പോൾ
എവിടെയോ കാലിടറി പദങ്ങൾ മാറിയെന്നാണ് കഴിഞ്ഞ ആഴ്ചത്തെ മലയാളത്തിൽ ഞാൻ വായിച്ചതായി എനിക്ക് തോന്നുന്നത്. ക്ലിയറായി? ഹൃദയത്തിനുണ്ടൊരു ഭാഷ. ശാസ്ത്രത്തിന്റെ ഭാഷ വക്രമാണ്. അതിന്റെ വക്രഗതിയിൽ ആനന്ദമില്ല. കവിതയുടെ ഭാഷ അവക്രമാണ്, അന്യൂനമാണ്. ശാസ്ത്രം കവിതയിൽ അവസാനിക്കുകയോ കവിത ചേർന്ന് ശാസ്ത്രം വളരുകയോ ചെയ്തില്ലെങ്കിൽ ആ ശാസ്ത്രം മാനവ വിനാശത്തിന്റെ നാന്തി തന്നെയാണ്. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് പേടിയും കൂടി ഉണ്ടാവുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കില്ലാത്തൊരു പേടി. അതാണ് ഈ മുമ്പിലിരിക്കുന്നവർ ചിലപ്പോൾ ഉഷ്ണിച്ചിട്ട് തന്നെ ഒന്ന് നോക്കുന്നത്. ഇത്രയൊക്കെ പറയാവോ? സമയം പേടിക്കണം. കവിതയുടെ സത്യത്തിന് നിർഭയത്വമുണ്ട്. ശാസ്ത്രം അസത്യമായതുകൊണ്ട് അത് നിത്യം ഭയചകിതമാണ്. അതുകൊണ്ടാണ് ശാസ്ത്രജ്ഞൻ എപ്പോഴും എതിരാളിയെ പേടിക്കുന്നവനാണ്. അതുകൊണ്ടാണ് ശാസ്ത്രജ്ഞൻ ഹിംസയ്ക്കുള്ളത് വീണ്ടും വീണ്ടും കണ്ടുപിടിക്കുന്നത്. കവിക്ക് ശത്രുവില്ലാതാകുന്നു. അവന്റെ അഹിംസയുടെ അന്തർദർശനങ്ങളിൽ ആയുധങ്ങൾ നിഷ്പ്രഭങ്ങളാകുമെന്ന് അവൻ അറിയുന്നു. മനസ്സിലായില്ല? ലോകത്തിലെ കവികളായി ആരും ആയുധമുണ്ടാക്കാൻ ഇറങ്ങിത്തിരിച്ചില്ല. ശാസ്ത്രജ്ഞനും ശാസ്ത്രവും ഇല്ലെങ്കിൽ ഒരു രാജ്യത്തിനും ഒരായുധവും ഉണ്ടാക്കാനാവില്ല. ശാസ്ത്രം ദുഷ്ടതയ്ക്ക് സ്തുതി പാടുന്നത് മാത്രമാണ്. ശാസ്ത്രം ഹിംസാത്മകമാണ്. ശാസ്ത്രം വിനാശകാരിയാണ്. ശാസ്ത്രം പുരോഗതിക്ക് തുരങ്കം വയ്ക്കുന്നതാണ്. കവിയായ ശാസ്ത്രജ്ഞൻ അവന്റെ സങ്കല്പങ്ങളിൽ പോലും സൃഷ്ടിക്കുന്നത് ഉത്തമമായത് മാത്രമായിരിക്കും. അല്ലെങ്കിൽ ആ കവിതയല്ല, പദ്യമായിരിക്കും. മനസ്സിലായില്ല? നമ്മൾ പദ്യത്തെ കവിതയെന്ന് ചിലപ്പോൾ തെറ്റിദ്ധരിക്കും. ആരെങ്കിലും 4 വരി പദ്യം വൃത്തവിന്യാസത്തിൽ എഴുതിയുണ്ടാക്കിയാൽ കവിയാണെന്ന് ധരിക്കുന്ന കാലമാണ് നമ്മുടേത്. ഇല്ലേ? അത് ABCD മുറിബീടി, അത് ഒരു ബീഡി കത്തിച്ചപ്പോൾ മുറിബീടി, അതും കവിതയാണ്. പിന്നെ അതിനൊരു വ്യാഖ്യാനം എഴുതാൻ ഒരു നിരൂപകൻ ഉണ്ടായാൽ ABCD എന്ന് 4 അക്ഷരം എഴുതിയപ്പോൾ A മുതൽ Z വരെ എല്ലാ അക്ഷരവും വന്നതുകൊണ്ട് സമഗ്രമാകുന്നു അവളുടെ കാവ്യചിന്ത. മനസ്സിലായില്ല? അയാൾ മുറിബീഡിയെ പറ്റി പറഞ്ഞത് ആത്മാവിനെ കുറിച്ചാണ്, ജീവാത്മാവിനെ കുറിച്ചാണ്. ഒരു ബീഡി എന്ന് പറഞ്ഞത് പരമാത്മാവിനെ കുറിച്ചാണ്. ജീവാത്മ പരമാത്മ സംശ്ലേഷണം അതിലുണ്ട്. മനസ്സിലായില്ല? ഇനിയിപ്പോ ഞാൻ വ്യാഖ്യാനിക്കേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കി നിങ്ങൾക്ക് ക്ലിയറാണ്. ഇനി ഞാൻ നിങ്ങളുടെ ബോധധാരയ്ക്ക് വിടുന്നതാണ് കാഫ്കയും കാമുവും ഒക്കെ പറഞ്ഞതുപോലെ നല്ലത്. ശാസ്ത്രം എന്ന് പറയുന്നത് വിനിയോഗമാണ്. ശാസ്ത്രം എന്ന് പറയുന്നത് വിനിയോഗമാണ്. വിനിയോഗം മാറ്റിവെച്ചിട്ട് ശാസ്ത്രമില്ല. വിനിയോഗമാണ് ആദ്യം ഉണ്ടാകുന്നത്. അതിനാവശ്യം എന്ന് പറയും. അതിനാണ് കണ്ടുപിടിക്കുന്നത്. ഇന്ത്യയുടെ അതിർത്തികളിൽ പാകിസ്ഥാൻ വരുമെന്ന്
സ്വപ്നം കാണുകയും അത്രയും തമ്മാടിത്തരം പാകിസ്ഥാനോട് ഇന്ത്യ ചെയ്യുന്നുണ്ടെന്ന് സ്വയം ഭയപ്പെടുകയും ചെയ്യുമ്പോൾ അവൻ ഇങ്ങോട്ട് വരാതിരിക്കുന്നതിനും വന്നാൽ അവനെ ഇല്ലാതാക്കുന്നതിനും ഉള്ള ഒരു ആവശ്യം മുൻനിർത്തിയാണ് ശാസ്ത്രകാരന്മാരിരുന്ന് അവൻ വരുന്നതിന് മുമ്പേ ഇടുന്നതിനുള്ള ആയുധങ്ങൾ സജ്ജീകരിക്കുന്നത്. അവനും സജ്ജീകരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ആദ്യം ശാസ്ത്രകാരന്റെ സ്വപ്നങ്ങളിൽ ആവശ്യം വീഴുമ്പോൾ ഉപയോഗം അവിടെ വീണിട്ടാണ് സാധനം ഉണ്ടാകുന്നത്. ഭരണാധികാരിയുടെ അല്ല, ശാസ്ത്രകാരന്റെ. ഭരണാധികാരി ശാസ്ത്രകാരനിൽ ഉരുണ്ടുകൂടാതെ ആ ആവശ്യം ഉണ്ടാകാതെ ഈ ഉപകരണങ്ങളൊന്നും ഉണ്ടാവില്ല. ഭരണാധികാരി ഉരുണ്ടുകൂടുമ്പോൾ ശാസ്ത്രകാരനിൽ അഹിംസയുണ്ടെങ്കിൽ ഭരണാധികാരിയെ ശാസ്ത്രജ്ഞന്മാർ എല്ലാ രാജ്യത്തെയും ഒത്തുചേർന്നിരുന്ന് അഹിംസയുടെ പാഠങ്ങൾ പഠിപ്പിക്കുകയും അത് ഉൾക്കൊണ്ടില്ലെങ്കിൽ 2 അടി കൊടുത്ത് അപ്പോൾ ഇവന്റെ ഉള്ളിലുണ്ടാകുന്ന ഹിംസയ്ക്കൊന്നുമല്ലെങ്കിൽ സാമാജിക അവബോധമുണ്ടെന്നെങ്കിലും അവന് പറയാമായിരുന്നു. അങ്ങ് മാറ്റി നിർത്തിയിട്ട് ആ ശാസ്ത്രജ്ഞൻ ഭരിച്ചാലും മതിയായിരുന്നു സ്നേഹത്തോടെ. മനസ്സിലായില്ല? അതുവരെ, ആ ഹിംസ വരെ നിങ്ങൾ വാദത്തിന് വേണ്ടി സമ്മതിച്ചാൽ പോലും, അതുപോലും തെറ്റാണ്, അതുവരെ സമ്മതിച്ചാൽ പോലും ശാസ്ത്രകാരൻ വിവരമില്ലാത്ത ഭരണാധികാരിക്ക് വേണ്ടി ഇതെല്ലാം ഉണ്ടാക്കുന്നു, അതിനുവേണ്ടി റിസർച്ച് ചെയ്യുന്നു. എന്തിന്? ഭാര്യയ്ക്കും പിള്ളേർക്കുമുള്ള കടമ തീർക്കാനുള്ള ശമ്പളത്തിന് എന്നുത്തരം. ആ കടമയിലൂടെ അവൻ സർവാംഗീണമായ ആത്മാവിനെ നിഷേധിക്കുകയും പ്രപഞ്ചത്തെ അംഗീകരിക്കുകയും അതിൽ വെട്ടിപ്പിടിക്കുന്നവനെ വലുതാക്കുകയും ചെയ്യുന്നതിലൂടെ ശാസ്ത്രം നരകയാതനയിലേക്ക് മാനവനെ കൊണ്ടുപോകുന്ന ഒന്നു മാത്രമാണെന്നാണ് എൻ്റെ ആക്ഷേപം. ആക്ഷേപം വളരെ കടുത്തതാണ്. നിങ്ങൾക്ക് ഏത് നിലയിലും അപഗ്രഥിക്കാം. നിങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങളെ മുഴുവൻ തകർക്കുന്നതാണ് ഈ ആക്ഷേപം. വാദമുഖങ്ങളുടെ എല്ലാ പദ്ധതികളും നിങ്ങൾക്ക് എടുത്തിടാം, എത്ര കാലവും നിങ്ങൾക്കെടുക്കാം, ഞാനും നിങ്ങളും ജീവിച്ചിരിക്കുന്നുവെങ്കിൽ. ഇത് വളരെ സ്ഥൈര്യമായ, വളരെ ഉറച്ച ഒരഭിപ്രായമായി നിങ്ങൾക്ക് കൂട്ടുകയും ചെയ്യാം. നിങ്ങളിൽ അത് പ്രവർത്തിക്കുന്ന മണ്ഡലങ്ങൾ അത്രയും അപഗ്രഥിച്ചു നോക്കാം. അതാണ് അതിന്റെ മൗലിക കാരണം. ശാസ്ത്രത്തെ അതിന്റെ തെറ്റായ വഴിയിൽ വ്യാഖ്യാനിച്ച് ശാസ്ത്രം അതാണ് എന്ന്, ഇന്നുള്ള ശാസ്ത്രം അത് തന്നെയാണ്, അതാണ് എന്ന്. ശാസ്ത്രം അതല്ല, ജീവനാണ് ശാസ്ത്രത്തിന്റെ ആധാരം. ജീവൻ ഉതകുന്നതാണ് പരമപ്രധാനം. അത് ആഹാര നീഹാര മൈഥുന നിദ്രകളാണ് ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്നത്. അത് എല്ലാ തരത്തിലും ഉത്തമമായി തീരുന്നതിനുള്ള വിദ്യാഭ്യാസമാണ് ശാസ്ത്രീയ വിദ്യാഭ്യാസം. മനസ്സിലായില്ല? ഒരു ജീവിക്ക് പോലും ഈ പ്രാഥമികങ്ങളായ കാര്യങ്ങൾ ആവശ്യം വരുമ്പോൾ അവ തെറ്റായ വഴിയിലൊന്നും കൊണ്ടുപോകാതെ അതിൻ്റെ ആസ്വാദനത്തിന്റെ തലങ്ങളെല്ലാം അതിൻ്റെ പൂർണ്ണതയിൽ ഉപയോഗിക്കുവാൻ പര്യാപ്തമാകുമാറ് ശാസ്ത്രം പഠിക്കാത്ത, ശാസ്ത്രം പഠിപ്പിക്കാത്ത, ശാസ്ത്രീയ വികാസങ്ങളില്ലാത്ത ജന്തുജാലങ്ങളും സസ്യജാലങ്ങളും മനുഷ്യന്റെ ആക്രമണം നേരിടാത്ത ഘട്ടങ്ങളിലെല്ലാം ഈ 4 കാര്യങ്ങളും ആനന്ദപൂർവം കൊണ്ടാടുന്നുണ്ട്, ആരെയും അറിയിക്കാതെ. അഗ്രി? ശാസ്ത്രം കൊണ്ട് നിങ്ങൾ ഈ 4 രംഗത്ത് മാത്രമാണ് ഗവേഷണം നടത്തിയിട്ടുള്ളത്. ഓരോ ഗവേഷണം കഴിയുമ്പോഴും ഈ 4 രംഗങ്ങളും നിങ്ങളുടേത് വികൃതമാവുക മാത്രമാണ്. These are the basic needs. Agree? ആഹാരം. ശാസ്ത്രത്തിന്റെ ഓരോ കടമ്പയും കടക്കുമ്പോൾ അന്നം വിഷമയമാവുകയല്ലാതെ അന്നം ആനന്ദപൂർണമാകുന്നില്ല. നമ്പർ 1. നമ്പർ 2, നീഹാരം. ജലസ്രോതസ്സുകളും ജലീയ ഭാവങ്ങളും
മുഴുവൻ ദുഷിപ്പിക്കുവാനല്ലാതെ ശാസ്ത്രത്തിന് ഏതെങ്കിലും ജലത്തെ ശാസ്ത്ര സാങ്കേതിക വിദ്യ കൊണ്ട് ശുദ്ധവും മനോഹരവുമാക്കി ആരോഗ്യത്തെ നിലനിർത്താൻ കഴിയുന്നില്ല. Agreed. Number 2. Is there any exception to this rule? ശാസ്ത്രം രംഗപ്രവേശം ചെയ്തില്ലായിരുന്നു എങ്കിൽ ഭരണാധികാരിക്ക് ഇത് ദുഷിപ്പിക്കാനാകുമായിരുന്നില്ല. കാരണം ശാസ്ത്രമുണ്ടായതിന് ശേഷമേ ഇത് ദുഷിച്ചുള്ളൂ. സാങ്കേതിക വിദ്യകൾക്ക് ശേഷമേ ഇത് ദുഷിച്ചുള്ളൂ. ഒരു 100 കൊല്ലമേ ആയുള്ളൂ ഇത്രയും ശക്തമായി ദുഷിച്ചിട്ട്. ദൂഷിത വലയം കൂടുകയാണ് ശാസ്ത്ര പുരോഗതിയോടെ. ശാസ്ത്രത്തിന്റെ പരീക്ഷണശാലയിലെ ആദ്യത്തെ പരീക്ഷണം തന്നെ ദുഷിപ്പിച്ചാണ്. സംയോജിപ്പിച്ചല്ല. വിഘടനമാണ് ശാസ്ത്രത്തിന്റെ താക്കോൽ. വിഘടനവും സംഘട്ടനവുമാണ് ശാസ്ത്രത്തിന്റെ ടെസ്റ്റ് ട്യൂബുകളിൽ നടക്കുന്നത്. സംയോഗങ്ങളല്ല ശാസ്ത്രത്തിന്റെ പരീക്ഷണങ്ങളിൽ നടക്കുന്നത്. 4 വയസ്സുള്ള കുഞ്ഞ് ബോട്ടണി പഠിക്കുവാൻ അധ്യാപകനോടൊപ്പം നടക്കുമ്പോൾ അല്ലിയും നാമ്പും മുറിച്ച് ഒന്നൊന്നായി പരീക്ഷിക്കുമ്പോൾ മുല്ലപുഷ്പത്തിന്റെ മുഗ്ധ സൗരഭം അകന്നു പോവുകയാണ്. ചെമ്പിജ്വാലയിൽ അമ്ലശോധനം ചെയ്താൽ കാന്തിയൊക്കെയും മങ്ങി കരിയായിത്തീരുകയാണ് വജ്രം. അഗ്രി. ഇനി ഒരിക്കലും ആ കുഞ്ഞിന് സമഗ്രമായ പൂവിന്റെ സൗഭഗം ആസ്വദിക്കാനാവില്ല. ആ സൗഭഗത്തെ ആസ്വദിച്ച അന്തരിന്ദ്രിയ മണ്ഡലങ്ങൾ പുഷ്കലമാകുമ്പോൾ അതിൻ്റെ അല്ലി മുറിക്കാതെ അവനിൽ ഉണ്ടാവേണ്ടതാണ് ഘടനകളായിത്തിരിക്കുന്ന ശാസ്ത്രവിദ്യ. അതിൻ്റെ ഭാവപ്രത്യയങ്ങൾ നശിപ്പിക്കുമ്പോൾ അവൻ പഠിച്ചാൽ തന്നെ വിഘടിപ്പിച്ചത് പരീക്ഷ എഴുതുന്നതോടെ മറക്കുകയും ഒരിക്കലും അതിൻ്റെ മുക്ത സൗരഭം ആസ്വദിക്കാതിരിക്കാൻ അവനെ എത്തിക്കുകയും ചെയ്യുന്ന വിധം കഠോരനാക്കുന്നു ശാസ്ത്രം. എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായെന്നാണ് എൻ്റെ വിശ്വാസം. ശാസ്ത്രം അതിൻ്റെ മാർഗത്തിലും ലക്ഷ്യത്തിലും അതിന്റെ ആരംഭത്തിലും അവസാനത്തിലും വിഘടന സംഘടനങ്ങളിലാണ് രൂപാന്തരപ്പെട്ടത്. അതുകൊണ്ട് അതിന്റെ അന്തരിന്ദ്രിയ ദൃഷ്ടികളിലെങ്ങും കവിതയില്ല. അതിലെ കാഴ്ചകൾ കാണുന്നവന്റെ കണ്ണിനനുസരിച്ച് വ്യാഖ്യാനിച്ചതാണ്. അതുകൊണ്ട് ഓരോ സംഘടനത്തിലും വിഘടനത്തിലും ഓരോ സിദ്ധാന്തങ്ങളാണ് ശാസ്ത്രം തന്ന് കളിപ്പിക്കുന്നത്. വിഘടനത്തിലും സംഘടനത്തിലൂടെ കണ്ടെത്തിയത് കാലാതീതങ്ങളായ സത്യമായിരുന്നുവെങ്കിൽ ശാസ്ത്രം മാറുന്നതാണെന്ന നിയമം ഉണ്ടാവേണ്ടി വരില്ലായിരുന്നു. മാറാത്തതാണ് ശാസ്ത്രമെന്ന് തെറ്റിദ്ധരിപ്പിച്ചും വളർന്നുമെത്തി മാറുന്നതാണ് ശാസ്ത്രമെന്ന നിഗമനത്തിൽ എത്തിച്ചേരാനേ ശാസ്ത്രത്തിന് ഇത്രയും കാലം കൊണ്ട് കഴിഞ്ഞുള്ളൂ. അതിനായിരുന്നെങ്കിൽ ഗവേഷണം വേണ്ടായിരുന്നു. ചോദ്യം എനിക്ക് വളരെ ഇഷ്ടമാണ്. നിങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ എനിക്ക് പറയാൻ ഒത്തിരി ഉണ്ടാവും. സഹിക്കാൻ നിങ്ങൾക്ക് ത്രാണി ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഏതും ഒന്നിച്ചാണ് പറഞ്ഞത്. ഞാൻ പഴയത് പുതിയത് കിഴക്ക് പടിഞ്ഞാറ് ഒന്നും അതിർവരമ്പുകളില്ലാതെ ഈ സാധനം അങ്ങ് പറയുന്നത്. അതുകൊണ്ട് അതിലൊന്നും ഈ ശാസ്ത്രം നിൽക്കുന്നില്ല. ഇത് കഴിഞ്ഞിറങ്ങിയാൽ എനിക്ക് പഴയതും പുതിയതും കിഴക്കും പടിഞ്ഞാറും ഭാരതവും ഭാരതീയം അല്ലാത്തതും ഒക്കെ ഉണ്ടാവാം. അതൊക്കെ മമതയിലേക്ക് വരുമ്പോൾ ഉള്ള സാധനമാണ്. ഈ സമയത്തില്ല.
ഇവന് ഇറങ്ങിയാൽ ചിലപ്പോൾ മമതയൊക്കെ ഉണ്ടാവും. അത് ഇരിപ്പിടത്തിന്റെ മാഹാത്മ്യമാണ്, എന്റെ മാഹാത്മ്യമല്ല. സോ ലീവ് ഇറ്റ് ടു ദം. അതുകൊണ്ടാണ് പറഞ്ഞത് ഏത് ചോദ്യം ചോദിക്കാൻ. അറിയാത്തതിനെ അറിയുന്നതല്ല ഇന്ന് ശാസ്ത്രം. അറിയാത്തതിനെ അറിഞ്ഞു എന്ന് നടിക്കുന്നവർ, അറിയാത്തവരെ കളിപ്പിക്കുന്നതാണ് ഇന്ന് ശാസ്ത്രം. മറ്റത് മാറ്റമുള്ളതല്ലോ. എത്ര തിയറികൾ പഠിക്കണം ഒന്നൊന്നിനെ നിഷേധിക്കുന്നത്? ശരിയല്ല. നിങ്ങളുടെ ഒരു സർവീസിനുള്ളിൽ നടക്കുന്ന ഒരു പരീക്ഷയിൽ പോലും കാലഹരണപ്പെട്ട എത്ര നിയമങ്ങളും കാലഹരണപ്പെട്ട എത്ര ആക്ടുകളും നിങ്ങൾ എഴുതി വെക്കണം അടുത്ത പ്രൊമോഷൻ കിട്ടണമെങ്കിൽ. ചോദ്യം മനസ്സിലായില്ല? അവസാനം നിങ്ങളുടെ മുമ്പിൽ വന്നു നിൽക്കുന്ന ഒരു മനുഷ്യൻ ഒരു ആവശ്യത്തിന് വന്നു നിൽക്കുമ്പോൾ പരീക്ഷ എഴുതിയതിന്റെ ഓർമ്മയിൽ അവനൊരു കാര്യം ചെയ്തു കൊടുക്കാൻ പറ്റുകയില്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ അതിന്റെ പരിഷ്കൃത സ്റ്റേജിൽ ചെയ്തു കൊടുക്കാവുന്നതാണ് എന്ന് അവൻ ആവശ്യപ്പെട്ടാൽ പോലും നിങ്ങൾ പറ്റില്ലെന്ന് നോട്ടിട്ട് കൊടുക്കേണ്ടി വരുന്നതല്ലേ ഇന്ന് നിങ്ങളുടെ നിയമവ്യവസ്ഥകൾ പോലും? നിങ്ങളൊക്കെ ഉദ്യോഗസ്ഥരാണ്, ഞാൻ അതുമല്ല. നിങ്ങളൊക്കെയാ പോയി പരീക്ഷ എഴുതിയത്, ഞാൻ എഴുതിയില്ല. പക്ഷെ നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടായിരുന്നു. ചോദിച്ചോ? ഇതൊരു രസമുള്ള പ്രക്രിയയാണ്. ഭൗതിക വിജ്ഞാനത്തിന്റെ എല്ലാ തലങ്ങളും ഏതെടുത്താലും മനുഷ്യന്റെ ശരീരം വെട്ടിക്കീറി ശവശരീരം സകലിതമാക്കി പഠിച്ചിട്ട് തെറ്റുപറ്റുമ്പോൾ ഭാവാത്മക പ്രകൃതിയിൽ ഒരമ്മ കൊടുക്കുന്ന പൊടിയരി കഞ്ഞിയിൽ തെറ്റുപറ്റിയില്ലെങ്കിൽ ആ അന്ധവിശ്വാസമല്ലേ ഈ ശാസ്ത്രാചാരത്തെക്കാൾ ഉത്തമം? ചോദ്യം മനസ്സിലായില്ല? പനി വന്ന് കിടക്കുന്ന കുഞ്ഞിന് ശരീരം ചൂടാകുമ്പോൾ ചൂട് തന്നെ പ്രദാനം ചെയ്യുന്നതും ചൂടുണ്ടാക്കുന്നതുമായ ആന്തരികമായി ചൂടുണ്ടാക്കുന്നതുമായ ചുക്കും തിപ്പലിയും കഷായം വെച്ചു കൊടുത്ത് ആ പനിയെ നിർത്തുമ്പോൾ അവന്റെ ഓജസ്സിന്, അവന്റെ രീതിവിധാനത്തിന്, അവന്റെ ഇമ്മ്യൂണിറ്റിക്ക് യാതൊരു കോട്ടവും വരാതെ പനിയില്ലാത്ത ലോകങ്ങളിലേക്ക് അവൻ ഉയരുമ്പോൾ ശാസ്ത്രം ആ ചൂടിനെ നിയന്ത്രിക്കുവാൻ ഐസും ഉപ്പുമിട്ട് വെള്ളത്തിൽ മുക്കി അവന്റെ തലയിൽ വെച്ച് അതിനെ കെടുത്തി അതിനടുത്ത ഭാവിയിൽ അവൻ മറ്റൊരു രോഗത്തിലേക്ക് സ്വിച്ച് ഓൺ ചെയ്ത് മാറുമ്പോൾ ഇത് മാറിയെന്ന് കണ്ടെത്തുന്ന ശാസ്ത്രത്തിന്റെ അറിവില്ലായ്മ അറിവിനേക്കാൾ അത്ഭുതകരമല്ലേ? അതാ പറഞ്ഞേ, ചോദ്യം ചോദിക്കുക, നല്ലോലെ ചോദിക്കുക അവനവനോട്. വീട്ടിലൊരു അമ്മൂമ്മ ഉണ്ടായിരുന്നു, അവർക്ക് യാതൊരു വിവരവുമില്ല, 1ാം ക്ലാസ്സിൽ പോലും പഠിച്ചിട്ടില്ല. പനി വന്ന് കിടക്കുന്ന കുഞ്ഞ് ചുക്ക്, മുളക്, തിപ്പലി, മനസ്സിലായില്ല, എല്ലാം ചൂടുണ്ടാക്കുന്നതാണ്. അടുപ്പേലിട്ട് കഷായം വെച്ചു, 2 നേരം കൊടുത്തു. നല്ല കമ്പിളി ചുറ്റി പുളപ്പിച്ച് കിടത്തി. തണുത്ത വെള്ളത്തിലെടുത്തല്ല കിടത്തിയെ, കുളത്തിനകത്തുകൊണ്ട് കിടത്തിയില്ല. മനസ്സിലായില്ല? പനിയാ മോനെ, വെള്ളം തലയിലൊഴിക്കരുത്, നനയരുത്. ഒന്ന് വേർത്തു, പനി വിട്ടു. 2 ദിവസം കൊണ്ട് കുഞ്ഞ് ഓടി നടന്നു. 3
3 കോടി ജനങ്ങൾ 60 കോടി രൂപയുടെ പാരസെറ്റമോൾ അകത്തേക്ക് വിഴുങ്ങുകയും ഉള്ള ഐസൂപ്പും മുഴുവൻ മുക്കി തലവെക്കുകയും പുതിയ പുതിയ രോഗങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുമ്പോൾ ശാസ്ത്രം നിങ്ങൾക്ക് വരദാനമായി തന്ന അറിവിനും അത്ഭുതത്തിനും മുമ്പിൽ നിങ്ങൾ നമസ്കരിച്ചു നിൽക്കുന്നത് എനിക്ക് മനസ്സിലാക്കാം. പക്ഷേ എനിക്ക് നമസ്കരിക്കാനാവില്ല. ചൂട് മാത്രമാണ് പനിയെന്നും ചൂട് കുറഞ്ഞാൽ പനി വിട്ടുവെന്നും ചൂട് കുറയുമ്പോൾ ബാക്കി ഇന്ദ്രിയങ്ങൾക്ക് കുഴപ്പമില്ലെന്നും കണ്ടെത്തി ചൂട് കുറയ്ക്കുമ്പോൾ വയറിനെന്ത് സംഭവിക്കുന്നു, ഉപാപചയത്തിന് എന്ത് സംഭവിക്കുന്നു എന്ന് ചിന്തിക്കേണ്ടതില്ലെന്ന സ്പെഷ്യലൈസേഷൻ പഠിപ്പിക്കുന്ന പാഠങ്ങൾ ശരിയല്ല. 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 കാലിലെ മുറിവ്, ആ മുറിവ് ഉണക്കിയില്ലേ, അത് ശാസ്ത്രത്തിന്റെ സംഭാവനയാണ്. കാലിലെ മുറിവ് ഉണക്കിയപ്പോൾ തലയിൽ ട്യൂമറായെങ്കിൽ അത് വേറൊരു രോഗമല്ലേ? മനസ്സിലായില്ല. കാരണം തലയും കാലും തന്റെ അല്ലല്ലോ, വേറെ വേറെ അല്ലേ. കോംപ്ലിമെന്ററി ടു ദാറ്റ്. ശാസ്ത്രം ജയിച്ചു, മനുഷ്യൻ തോറ്റു. ഈ 2 ചിന്ത ലോകാരംഭം മുതലുണ്ട്. ചിലപ്പോൾ ഈ ചിന്ത അടിച്ചു കയറി മുമ്പിൽ നിൽക്കും, ചിലപ്പോൾ ഈ ചിന്ത അടിച്ചു കയറി മുമ്പിൽ നിൽക്കും. ഇത് കാലം പ്രപഞ്ചബോധം മുന്നിട്ട് നിൽക്കുന്ന കാലമാണ്. ഗോ അഹെഡ്. നമുക്കെതിരില്ല. പക്ഷെ ആ ചിന്ത ശരിയല്ല എന്ന് നമ്മുടെ അന്തർഗതം പറയുന്നു. നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം, നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. എന്റെ ചിന്താവലികളെ ഞാൻ തുറന്നു പറഞ്ഞു നോക്കുന്നു. അത് നിങ്ങളെ ആള് കൂട്ടാനല്ല, എനിക്കൊറ്റയ്ക്ക് സഞ്ചരിക്കാൻ. കാരണം ഇത് ഒറ്റയ്ക്കുള്ള സഞ്ചാരമാണ്. ഈ സഞ്ചാരം നിർഭയമാണ്. അതിലിഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്കും സഞ്ചരിച്ചു നോക്കാം. പക്ഷെ ചരിത്രം അത് അവരുടേതാണ്. പ്രകൃതി സ്വാഭാവികതയുടെ അന്തരാളങ്ങളിൽ ആത്മാവിന്റെ അനിർവിശേഷമായ സത്യം കണ്ടെത്തിയ മഹാരഥന്മാരുടെ പ്രകൃതി എന്ന ഗ്രന്ഥത്തെ നോക്കി അസിത ഗിരിസമം സ്യത് കജ്ജലം സിന്ധുപാത്രേ സുരതരു വരശാഖാ ലേഖനി പത്രമുർവി ലിഖതിയതി ഗൃഹീത്വാ ശാരദ സർവകാലം തദവിധവഗുണാനാം ഈശവാരം നയാതി എന്ന് പാടിയ പുഷ്പദന്ത പ്രഭൃതികളുടേതാണ്. ഇവിടെ കുത്തിയിരുന്ന് ഭാഷ പഠിക്കണ്ട. നിങ്ങളുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾക്ക് ഒരുപാട് ഭാഷാപരിചയം ഉണ്ടായാൽ പോലും പറയാൻ നേരത്ത് വാക്ക് കിട്ടാത്തതാണ്. കാരണം അത് ഹൃദയത്തിൽ നിന്ന് വരുന്നതല്ല. Is it agreeable? Is it agreeable? അത് വരണ്ട മണ്ണിലെ പൊട്ടലുകളാണ്. ശരിയല്ല. അതിലെ ഭാഷയ്ക്ക് കാവ്യാത്മകതയില്ല. സത്യത്തിന്റെ മനോഹാരിതയില്ല. അത് പരുക്കനാണ്, അത് പരുഷമാണ്. അതിൽ സ്നേഹത്തിന്റെ സേചനവുമില്ല. അതിൽ ഹിംസയുടെ ആന്തോളനങ്ങളുണ്ട്. അതിൽ എതിർപ്പിന്റെയും വെറുപ്പിന്റെയും പടഹധ്വനങ്ങളുണ്ട്.
ശരിയല്ല. നല്ലപോലെ ആലോചിച്ചിട്ട് മതി. ചുമ്മാ കയറി ഒന്നും വിശ്വസിക്കണ്ട. എന്നെങ്കിലും ഒരിക്കൽ മാനവചേതന ഈ വഴിയെ വരാതെ ഇറണമുക്തനാവുകയുമില്ല. ഇത് മാത്രമാണ് നിന്റെ വഴിയും വെളിച്ചവുമെന്ന് അസ്മാദൃശർ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അവിദ്യ കൊണ്ടുള്ള നേട്ടവും വിദ്യ കൊണ്ടുള്ള നേട്ടവും വേറെ വേറെയാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. കേട്ടിട്ടില്ല? അവിദ്യ കൊണ്ടുള്ളതൊന്ന് വേറെയാണ്. കേട്ടിട്ടില്ല? അത് എവിടെയാണ്? ഈശാവാസ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഉഭയത്വത്തെയും തരണം ചെയ്ത് വിദ്യ കൊണ്ട് അമൃതത്വത്തെ നേടണമെന്നവർ വീണ്ടും വീണ്ടും നമ്മളോട് ആഹ്വാനം ചെയ്യുന്നുമുണ്ട്. ആ പൂർവർഷികൾ അപൂർവ ഋഷികൾ. മനസ്സിലായില്ല? രണ്ടും നമ്മൾ ആ പാരമ്പര്യത്തിൽ പെടണമോ ഈ പുതിയ കൂട്ടായ്മയിൽ പെടണമോ? ഇറ്റ് ഈസ് അപ് ടു യു ടു ഡിസൈഡ്. അപ്പൊ ഏതായാലും രണ്ടെണ്ണമുണ്ട്. ആ രണ്ടെണ്ണത്തെ കാണിക്കാനാണ് ഇത്രയൊക്കെ പറഞ്ഞത്. ഈ രണ്ടെണ്ണം എന്നും ഉണ്ടായിരിക്കുകയും ചെയ്യും. അത് ആ മാനസിക ഭാവങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടാണ് അടുത്ത ശ്ലോകങ്ങൾ. നോക്കാം. 4 സമയം എന്തായി? 11:30 അപ്പൊ അടുത്ത ശ്ലോകം നമുക്ക് തുടങ്ങാൻ നേരമുണ്ട്. നോക്കാം. നൈഷ്കർമ്മ്യം പുരുഷോഷ്ണുതേ ന ച സന്യസ്സനാദേവ സിദ്ധിം സമധിഗച്ഛതി. പുരുഷഃ കർമ്മണാം അനാരംഭാത് നൈഷ്കർമ്മ്യം ന അശ്നുതേ സന്യസനാത് എവ സിദ്ധിം ന ച സമധിഗച്ഛതി. ഇവിടെ 2 ലക്ഷ്യമാണ്. ഒന്ന് നൈഷ്കർമ്മ്യാവസ്ഥ, 2 സിദ്ധി. ഭൗതിക തലങ്ങളിൽ നിന്നൊരുവൻ നോക്കിയാൽ ഒരുവൻ കർമ്മം ചെയ്യാതിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് കർമ്മം ചെയ്യാത്തവനായ നൈഷ്കർമ്മ്യനാണ് എന്ന് നിഗമനത്തിലെത്തുന്നു. ഞാൻ ഈ യുദ്ധം ചെയ്യില്ല ഭഗവാനെ എന്ന് പറഞ്ഞ് ആയുധം താഴെ വെച്ചിരുന്നാൽ നിന്നിൽ കർമ്മമില്ല എന്ന് നീ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. 2, ഒരാൾ സന്യസിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അയാൾ സിദ്ധനാണെന്ന് വിചാരിച്ചിരിക്കുന്നു. ഇത് രണ്ടും ശരിയല്ല എന്നാണ് മുൻ ശ്ലോകത്തിലെ 2 നിഷ്ഠകളിലൂടെ ഞാൻ പറഞ്ഞത് എന്ന് ഭഗവാൻ പറയുന്നു. ഇവിടെയാണ് ആ നിഷ്ഠയും ഇതും യോജിപ്പിക്കേണ്ടത്. ഈ ഉദ്ദേശ്യത്തിലാണ് ഫാദർ മേളാംപറമ്പനും ഞാനും ഒരുമിച്ചിരിക്കുന്നത്. സിദ്ധിയുടെ യോഗങ്ങളിലല്ല,
പ്രപഞ്ചത്തെ അംഗീകരിക്കുന്ന കർമ്മങ്ങളിലെ യോജിപ്പ് കൊണ്ടാണെന്ന് പറഞ്ഞത്. മനസ്സിലായില്ല? അവിടെ പ്രകമ്പനം കൊള്ളുന്ന ഹിംസാത്മകമായ കർമ്മങ്ങൾ ഒരുമിച്ച് തന്നെയാണ് നിൽക്കുന്നത്. ആ കർമ്മങ്ങൾ അറ്റുപോകുന്നത് പുറത്തല്ല, കർത്തവ്യങ്ങളിലല്ല, കടമകളിലല്ല, അറിവിൽ വെച്ചാണ്. അർജുനൻ പാണ്ഡുവിന്റെ വംശീയപുത്രനെന്ന നാമധേയവും അവകാശവും ധരിച്ചല്ല വന്നതെങ്കിൽ അർജുനൻ ഈ യുദ്ധക്കളത്തിലുണ്ടാവില്ല. ഇതാണ് നാം മറന്നുപോകുന്ന ഒരു കാര്യം. അർജുനനെ യുദ്ധക്കളത്തിലേക്ക് എത്തിച്ചത് അവകാശമാണെങ്കിൽ, അവകാശം രാജ്യത്തെക്കുറിച്ചുള്ളതാണെങ്കിൽ, പാണ്ഡുവിന്റെ അവകാശത്തിന്റെ പിന്തുടർച്ചയാണെങ്കിൽ, വളരെ പരിമിതമായ ഒരവബോധത്തിൽ മാത്രമേ ഈ യുദ്ധമെന്ന കർമ്മം പോലുമുള്ളൂ. ലോകത്തിലെ സമസ്ത കർമ്മങ്ങളും ഇങ്ങനെയുള്ളൂ. കർമ്മങ്ങൾ ഇച്ഛാപൂർവകങ്ങൾ, അനിച്ഛാപൂർവകങ്ങൾ, സ്വേച്ഛാപൂർവകങ്ങൾ. അനിച്ഛാപൂർവകങ്ങളായ കർമ്മങ്ങൾക്കുമേൽ ഒരുവനും നിയന്ത്രണമില്ല. പരേച്ഛാപൂർവകങ്ങളായ കർമ്മങ്ങൾ കാരുണ്യത്തിന്റെ പ്രകടനങ്ങളാണ്. സ്വേച്ഛാപൂർവകങ്ങളായ കർമ്മങ്ങൾ അജ്ഞാനത്തിന്റെ അന്തരാളങ്ങളിൽ മാത്രം രൂപപ്പെടുന്നു. യുദ്ധം ഒരു സ്വേച്ഛാകർമ്മമാണ്. കർമ്മം അഴിച്ച് അപഗ്രഥിച്ചു നോക്കുക. യുദ്ധം അനിച്ഛാപൂർവകമല്ല. അല്പനേരത്തേക്കെങ്കിലും യുദ്ധം ചെയ്യുന്നില്ലെന്ന് പറയാൻ കഴിഞ്ഞത് സ്വേച്ഛ പോയതുകൊണ്ടാണ്. മനസ്സിലായില്ല? യുദ്ധം എക്കാലത്തും ഒരു സ്വേച്ഛാകർമ്മം മാത്രമാണ്. ഇച്ഛയില്ലാതെ, രാഗം വരാതെ, സംഘമില്ലാതെ, കാമമുത്ഭൂതമാകാതെ, ക്രോധം വരാതെ ആയുധസർജനം സുസാധ്യമല്ല. ആയുധങ്ങൾ ഉണ്ടാക്കുവാനുള്ള സങ്കല്പം വരുമ്പോൾ തന്നെ സങ്കല്പം മുതൽ യുദ്ധം വരെയുള്ള സങ്കല്പങ്ങളുടെ കാമക്രോധാദികൾ സജീവങ്ങളായി സ്മൃതിവിഭ്രംശമായി മാത്രമാണ് അവയുണ്ടാക്കുന്നതെന്നതിനാൽ രാജാധികാരങ്ങൾ അത്രയും എന്നും ഹിംസാത്മകങ്ങളും അജ്ഞാനാവൃതങ്ങളുമാണ്. ഭരിക്കുന്നവനായ ചക്രവർത്തി ശിശുക്കളെ വരെ കൊല്ലുമ്പോൾ, ഹിംസയുടെ തേർവാഴ്ച എല്ലായിടത്തും നടക്കുമ്പോൾ, സഹോദരിയെ വരെ ജയിലിലിടുമ്പോൾ, ആ രാജ്യത്തെ ജനങ്ങൾക്ക് ആനന്ദമുതിർത്തുകൊടുത്ത് നടന്ന ഒരു അപൂർവ പ്രകൃതിയിൽ നിന്നാണ് ഈ തത്വദർശനം രംഗപ്രവേശം ചെയ്യുന്നത്. നിങ്ങൾ മറന്നുപോകുന്ന ഒരു ബിന്ദുവാണത്.
ഓടി നടക്കാൻ രാജ്യവും രാജ്യാവകാശവും വേണ്ടാത്ത, അങ്ങനെ ആനന്ദിപ്പിക്കുവാൻ അധികാരത്തിന്റെ ചെങ്കോല് വേണ്ടാത്ത, അധികാരമേൽപ്പിച്ചു തന്ന കിരീടങ്ങളില്ലാത്ത ഒരു മായാമാധവന്റെ മനോമോഹന മുരളിയാണ് വീണ്ടും നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ആ യുദ്ധവേദിയിൽ രാജാവും രാജ്യാവകാശങ്ങളും സങ്കല്പങ്ങളും കാമമാണെന്നും ക്രോധമാണെന്നും അത് യുദ്ധങ്ങളെ മാത്രമേ വിതയ്ക്കുകയുള്ളൂവെന്നും ശാന്തി രാജ്യങ്ങളുടെ അവകാശ തർക്കങ്ങളിലില്ലെന്നും അത് പർവ്വതങ്ങളോട് സല്ലപിച്ചും കിളികളോടിടഞ്ഞും പശുക്കളോട് കലർന്നും കളിക്കൂട്ടുകാരോടൊപ്പം കളിച്ചും കളിപ്പിച്ചും രസിച്ചും രസിപ്പിച്ചും ജീവിക്കുന്ന ജീവിതത്തിന്റെ മായാമുക്ത മനോഹര സ്വരൂപമാണെന്ന് ലോകത്തെ ഒരിക്കൽ കൂടെ പഠിപ്പിക്കുന്ന ആ മായാമാധവൻ തന്നെയാണ് കിങ്കിണിയും മുരളിയും കൈവിടിഞ്ഞ് കുരുക്ഷേത്ര സങ്കരത്തിൽ സാരഥിയായി നിലകൊള്ളുന്നതെന്ന് ഒന്നോർമ്മിക്കുമെങ്കിൽ അവന്റെ അന്തർഗതങ്ങളിൽ നിന്ന് രാജാവും രാജ്യാധികാരവും പീഡിപ്പിച്ച ഗർഭത്തിൽ നിന്ന് ജനിച്ചു വന്ന അവൻ ഇനി ആരെയെങ്കിലും രാജാധികാരത്തിലേക്കാക്കി ഏതെങ്കിലും ഗർഭങ്ങളെ പീഡിപ്പിക്കുവാൻ ഇടയുണ്ടാക്കുമെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ പൊരുതിയത് അവന്റെ അധികാരത്തിനു വേണ്ടിയാവേണ്ടി വരും. മനസ്സിലായില്ല? അവന്റെ അധീശത്വത്തിനു വേണ്ടിയായിരിക്കും. ഏതധീശത്വവും പീഡനത്തിന്റെ ചരിത്രങ്ങളെ തരുമെന്ന അനുഭവം കൊണ്ട് പഠിച്ച് അധീശത്വത്തെ മുഴുവൻ വലിച്ചെറിഞ്ഞ ആ ഉദാരചരിതന്റെ ദർശന സവിശേഷതയിലേക്ക് അറിഞ്ഞോ അറിയാതെയോ ഹിംസയുടെ ആന്തോളനങ്ങൾ കയറ്റി എതിരാളിയെ തുളച്ചധികാരത്തിലെത്തുമ്പോൾ എതിർത്തതത്രയും മറന്നുപോകുന്ന ഒരു പുതിയ ഭരണാധികാരിയുടെ ഭാവഗാംഭീര്യമേ നിങ്ങൾ കൃഷ്ണന് നൽകുന്നുള്ളൂ എങ്കിൽ നിങ്ങളുടെ വ്യാഖ്യാന സാധ്യതകൾ ചതുരങ്ങളാണ്. അതിൽ കേവലതയുടെ അംശങ്ങൾ നിങ്ങൾക്ക് ദർശിക്കാൻ കഴിയുമെങ്കിൽ താൻ വലിച്ചെറിഞ്ഞ, താൻ തെറ്റായി കണ്ട ആ ഭാവതലങ്ങളൊന്നും ഭൂമിയിൽ ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്ന അനവദ്യ സുന്ദരമായ ഒരറിവിന്റെ പ്രകൃതി ഉണ്ടാവും. കർമ്മത്തെ ഈ രംഗഭൂവിൽ വെച്ചാണ് അപഗ്രഥിക്കേണ്ടത്. സ്വേച്ഛയുടെയും പരേച്ഛയുടെയും അനിച്ഛയുടെയും വ്യത്യസ്ത തലങ്ങളിൽ എല്ലാ യുദ്ധങ്ങളും സ്വേച്ഛാപരതയുടെ നഗ്നരംഗങ്ങളാണ്. Is it right? അതിൽ സംശയമുണ്ടാവാനിടയില്ല. അതിൽ പരേച്ഛയുണ്ടാവാനിടയില്ല. നിങ്ങൾ മറന്നുപോയൊരു ശ്ലോകമുണ്ടാവും. സ്വേച്ഛ വിട്ട ഒരു മുഹൂർത്തത്തിലാണ് അർജുനൻ ഞാൻ യുദ്ധം ചെയ്യില്ലെന്ന് പറഞ്ഞത്. അന്ന് ആ ശ്ലോകം എടുത്തപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നുവോ എന്ന് എനിക്കറിയില്ല. ഞാൻ കുറച്ചു മുമ്പേ സ്വധർമ്മത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. കടമ, സ്വധർമ്മം, ഈ സാധനമെല്ലാം ഈശ്വര നിഷേധത്തിന്റെ പര്യായവാചികളാണ്.
എനിക്ക് ചില കർത്തവ്യങ്ങളുണ്ട്, കടമകളുണ്ട്, ഞാനിത് ശരിയാക്കുമെന്ന് വിചാരിക്കുന്നൊരു മാത്രയിൽ ഞാൻ ചത്തുപോകുന്ന സൂത്രം വരെ വേറൊരുത്തൻ്റെ കൈത്തണ്ടയിലിരിക്കുന്നു, എൻ്റെ കയ്യിലില്ല എന്ന് അറിവില്ലാതെ അഹങ്കരിക്കുന്ന അറിവില്ലായ്മയിൽ എന്നെയും ഈ ലോകത്തെയും ഭരിക്കുന്ന ഒരു ഭരണ സംവിധാനത്തെ ഞാൻ നിഷേധിക്കുന്നുണ്ട്, ഈശ്വരനെ നിഷേധിക്കുന്നുണ്ട്. എഗ്രി. എല്ലാ കടമയുടെയും കർത്തവ്യത്തിൻ്റെയും പിതാക്കന്മാർ, പിതാമഹന്മാർ, ആചാര്യന്മാർ, മാതുലന്മാർ, സന്യാസിമാർ, ഗൃഹസ്ഥന്മാർ എല്ലാം ഈശ്വര നിഷേധികളാണ്. വല്ലാത്ത വിഷമം ഉണ്ടാകുന്ന വാക്കുകളാണ്. എന്നിട്ട് ചുമ്മാ ഒരു പൊങ്ങച്ചത്തിന് പറയുകയാണ് ഈശ്വരൻ. കടമ. പിന്നെ ഈ ലോകം മുഴുവൻ ഞാൻ നേരെയാക്കി തരാം, നീ ശരിയല്ല, ഞാനിത് നേരെയാക്കി തരാം. നിന്നെയും എന്നെയും സൃഷ്ടിച്ച പരമകാരുണികനായ ഈശ്വരൻ നിന്നെ ഇങ്ങനെ സൃഷ്ടിച്ചതും എന്നെ ഇങ്ങനെ സൃഷ്ടിച്ചതും സ്വദ്ദേശ്യപൂർവമാണ്. നീ എങ്ങനെ ഇരിക്കുന്നു അങ്ങനെ ഇരിക്കുന്നതാണ് എനിക്ക് സന്തോഷം. നമ്മളാകെ കുഴയാണ്. യുദ്ധം ചെയ്യരുതെന്ന് പറഞ്ഞു എന്നാണ് ഞാൻ പഠിപ്പിച്ചത്. അത് ഈ ഇടയ്ക്ക് വന്ന് കയറിയോണ്ടായി പറ്റിയത്. ആ ചോദ്യം ഒന്നും ഇല്ലാത്തടത്താണ് ഈ പഠിത്തം പോകുന്നത്. ഒരു യുദ്ധവും അരുത് എന്നുള്ളതാണ് ഗീതയുടെ സാരം. യുദ്ധം ചെയ്യാൻ ആരെങ്കിലും പഠിപ്പിക്കണുള്ളൂ. 2.5 കുപ്പി പട്ട കൊണ്ട് ഈസി ആയിട്ട് സാധിക്കുന്ന സാധനത്തിന് ഇത്രയും ശ്ലോകമൊക്കെ ചൊല്ലണം. അടിക്കടാ അറിയാന്ന് പറഞ്ഞ 1 കുപ്പി പട്ട വാങ്ങിച്ചു കൊടുത്താൽ ആരോടും അടിക്കില്ല. അത് ഇത്രയൊക്കെ പഠിപ്പിച്ചു വേണോ യുദ്ധം ചെയ്യാൻ? മാത്രമല്ല, നല്ലപോലെ പഠിപ്പിച്ച് വികാരം നഷ്ടപ്പെട്ട് വിചാരമുണ്ടായാൽ ആർക്കാണ് ആയുധം എടുക്കാൻ കഴിയുക? വടിയെടുത്ത് തല്ലാൻ ഓടുമ്പോൾ, മക്കളെ തല്ലാനാണെങ്കിൽ പോലും പെരക്കിയിട്ട് ഓടുമ്പോൾ എറിഞ്ഞു മളത്തും ഞാൻ നിന്നെ എന്ന് പറഞ്ഞൊക്കെ ഓടുന്ന സമയത്ത് വികാരം അങ്ങനെ കൊടുമ്പിരി കൊള്ളുമ്പോഴാണ് ഗീത പഠിപ്പിച്ച സ്വാമി അതിലെങ്ങാനും വരുന്നതെങ്കിൽ ഒരുമാതിരി ചൂളലോടുകൂടി ആ വടിയും താഴെയിട്ട് ആ നിൽക്കുന്ന ഇപ്പൊ എനിക്കറിയില്ലേ. അങ്ങനെ കണ്ടപ്പോഴേ വിചാരം വന്നു. ഗീതയൊക്കെ പഠിപ്പിച്ച സ്വാമി ശിഷ്യന്മാരെ ഇട്ട് വിരട്ടി ചന്ദ്രഹാസവും ഇളക്കി ഗംഭീരമായി നിൽക്കുമ്പോൾ ഇത് പഠിച്ച് ഒരുത്തൻ ആ വഴി കൂടെ വരുന്നുണ്ടെന്ന് കാണുമ്പോൾ ഒരു ചമ്മലോടെ സ്വാമി ചന്ദ്രഹാസവും ഒക്കെ ഇട്ട് ശിഷ്യ, നിന്റെ നന്മയ്ക്ക് വേണ്ടി പറഞ്ഞതാണ്, എനിക്ക് വേണ്ടി പറഞ്ഞതല്ല എന്ന് സ്വാമിയും. മറ്റത് മാത്രമല്ല, ദീസ് ആർ ഓൾ ഇൻട്രസ്റ്റിംഗ്. ശരിയല്ല? അറിവില്ലാത്ത മുഹൂർത്തത്തിൽ മാത്രമല്ലേ ആയുധം വരുള്ളൂ. അതിൽ കുറച്ചുകൂടെ അറിവില്ലായ്മയാണ് ഉണ്ടാക്കേണ്ടത്. അതറിയാവുന്നത് കൊണ്ടല്ലേ നിങ്ങളുടെ പട്ടാളങ്ങളിലൊക്കെ വ്യൂകളും 3X ഒക്കെ അങ്ങനെ അടുപ്പിച്ച് മൂപ്പാക്കി വ്യൂകളും ഒക്കെ വിളിച്ച് മാർച്ചിങ് സോങ്ങും ഒക്കെ ആയിട്ട് അങ്ങ് പോകും. അവസാനം പാത്തിക്കടിച്ച് കൊന്നവന് വരെ പരമവീരചക്രം കൊല്ലലിന് കൊടുക്കുമ്പോൾ മനസ്സിലായില്ല. ഹിംസയ്ക്ക് വീരചക്രം കൊടുക്കുന്ന രാഷ്ട്രങ്ങളും സംസ്കാരങ്ങളും വളർന്നിട്ട് ശാന്തിക്ക് വേണ്ടി അവയുടെ നേതാക്കന്മാർ നടത്തുന്ന പ്രലാപനം ഗർദ്ധവ സദസ്സിലെ ഗന്ധർവ സംഗീതം പോലെ വിവരദോഷമാണെന്ന് ആർക്കാണ് അറിയാത്തത്? മനസ്സിലായില്ല. ശരിയല്ല ഞാൻ പറഞ്ഞത്? നല്ലെന്ന് ആലോചിച്ച് നോക്കുക. ലോകസമാധാനത്തിന് വേണ്ടി ബുഷ് ജൈത്രയാത്ര നടത്തുകയും ഈ രാജ്യത്തിലെ ജനതയെ മുഴുവൻ പീഡിപ്പിക്കുകയും ഒരുമിച്ച് ചെയ്യുന്ന പ്രക്രിയ ശരിയല്ല. These are all interesting chapters of history. വായിക്കാൻ അറിയുന്നവൻ വായിക്കുമ്പോൾ. അതുകൊണ്ട് സ്വേച്ഛാപരതയുടെ ലോകങ്ങളിൽ, പരേച്ഛയുടെ ലോകങ്ങളിൽ, അനിച്ഛയുടെ ലോകങ്ങളിൽ കർമ്മകാണ്ഡത്തെ വെച്ച് പഠിച്ചാൽ, കർമ്മജാഡ്യത്തിന്റെയും കർമ്മത്തിന്റെയും മേഖലകളെ
അപഗ്രഥിച്ചൊന്ന് പഠിക്കാനിടയായാൽ ഏത് യുദ്ധമാണ് പരേച്ഛാപൂർവമുള്ള യുദ്ധം? വിഷയത്തിൽ നമ്മൾ കുറച്ചു ദൂരം പോയ കാരണം നിങ്ങൾ മറന്നുപോയി. 2-ാം അധ്യായത്തിലെ ഒരു ശ്ലോകത്തിൽ അർജുനൻ സ്വേച്ഛാപൂർവകമായ കർമ്മം ചെയ്യില്ല എന്ന് പറയുന്ന ഒരു മുഹൂർത്തമുണ്ട്. ശ്ലോകം ഓർക്കുന്നുണ്ടോ? ശ്ലോകം ഓർക്കുന്നുണ്ടോ? 2-ാം അധ്യായം 9-ാം ശ്ലോകം ഒന്ന് എടുത്തു നോക്കുക. ഏവമുക്ത്വാ ഹൃഷീകേശം ഗുഡാകേശ പരന്തപ നയോത്സ്യ ഇതി ഗോവിന്ദം ഉക്ത്വാ തുഷ്ണീം ബഭൂവ. നയോത്സ്യം ഇതി ഗോവിന്ദം. നയോത്സ്യ ഇതി ഗോവിന്ദം. അവിടെ യജ്ഞങ്ങളൊക്കെ നടത്തുമ്പോൾ അഹം യജ്ഞം കരിഷ്യാമി, അഹം യജ്ഞം കരിഷ്യേ എന്ന് 2 പദങ്ങൾ ഉപയോഗിക്കും. യജ്ഞങ്ങൾക്കൊക്കെ പോയി നിന്നിട്ടുണ്ടോ? ഇല്ല. യജ്ഞരംഗങ്ങളിൽ പോയി കേട്ട് നിന്നിട്ടുണ്ടോ? ആ യജ്ഞം നടത്തുമ്പോൾ യജമാനൻ ഉപയോഗിക്കുന്ന പദവും ഋത്വിക്കുകൾ ഉപയോഗിക്കുന്ന പദവും 2ആണ്. യജമാനൻ അഹം യജ്ഞം കരിഷ്യാമി എന്നാണ് പറയുക. ഋത്വിക്ക് പറയുമ്പോൾ അഹം യജ്ഞം കരിഷ്യേ എന്നാണ് പറയുന്നത്. അല്ല, സോറി, തിരിച്ച്. യജമാനൻ പറയുമ്പോൾ കരിഷ്യേ എന്ന്, ഋത്വിക്കുകൾ പറയുമ്പോൾ കരിഷ്യാമി എന്നാണ്. നയോത്സ്യ ഇതി ഗോവിന്ദം. നയോത്സ്യാമി എന്നല്ല, നയോത്സ്യേ ഇതി. ഞാൻ എനിക്ക് വേണ്ടി ഈ യുദ്ധം ചെയ്യില്ല. വളരെ അളന്നു തൂക്കിയ വാക്കാ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ചെയ്യുമ്പോൾ എനിക്ക് വേണ്ടിയല്ല. മനസ്സിലായില്ല? എനിക്ക് വേണ്ടി എന്താണെങ്കിൽ ചെയ്യില്ല. അതിന് മുൻ ശ്ലോകം നോക്കുക. അതിലാണ് ആ വൈചിത്ര്യം കിടക്കുന്നത്. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ് നല്ലപോലെ. ഈ പദമൊക്കെ എടുത്തു വെച്ച് അപഗ്രഥിച്ച് പഠിച്ചതാണ്. പക്ഷെ മറവിൽ കൂടെ വരുന്നു. നഹി പ്രപശ്യാമി മമാപനുദ്യാത് യക്ഷോകമുച്ഛോഷണമിന്ദ്രിയാണം അവാപ്യ ഭൂമാവസമം നമൃദ്ധം രാജ്യം സുരാണ അവിച ആധിപത്യം. സുരാണാമാധിപത്യം ച അസവം നമൃദ്ധം രാജ്യം. നിഷ്കണ്ടകമായ രാജാധിപത്യവും സുരന്മാരുടെ ആധിപത്യവും ലഭിച്ചാൽ കൂടി എനിക്ക് വേണ്ടി ഞാൻ ഈ യുദ്ധം ചെയ്യില്ല. എനിക്കു വേണ്ടി സ്വേച്ഛാപൂർവം ഞാൻ യുദ്ധം ചെയ്യില്ല എന്നുറപ്പിച്ച് അർജുനൻ പറഞ്ഞിട്ടുണ്ട്. ആ സ്വേച്ഛാപൂർവമെന്ന് കാണിക്കുന്ന യോത്സ്യ എന്ന ശബ്ദത്തിലാണ് ഈ ദർശനത്തിന്റെ മർമ്മപ്രധാനങ്ങളായ അംശങ്ങൾ കിടക്കുന്നത്. അത് ഞാൻ അന്ന് ചൂണ്ടിക്കാണിച്ചതാണ്. ഓർമ്മയുണ്ടോന്നറിയില്ല. അതില്ലെങ്കിൽ ഇത്രയൊന്നും ദർശന സവിശേഷതകൾ വരില്ല. അതാണ് വ്യാകരണ ശാസ്ത്രം വെച്ച്, വൃത്തികൾ വെച്ച്, പദത്തിന്റെ വ്യുൽപ്പത്തികൾ വെച്ച്, സാമൂഹ്യ ശാസ്ത്ര തലങ്ങൾ വെച്ച്, സാഖ്യയോഗാദികൾ വെച്ച് ഒക്കെ അപഗ്രഹിച്ച് നോക്കുമ്പോൾ ഇത് ഒത്തുകിട്ടണം.
ശ്രുതിയും സ്മൃതിയും ആചാരങ്ങളും വെച്ച് നോക്കുമ്പോൾ ശരിയാവണം. ഒരു ദർശനം അവതരിപ്പിക്കുമ്പോൾ അത് സർവാംഗീണവും സർവമനോരഞ്ജകവുമായിരിക്കണം. എന്തായാലും ഒരു യുദ്ധം ചെയ്യാനുള്ള ഉപദേശം നമുക്ക് മനോരഞ്ജകമല്ല. ഫസ്റ്റ് ശരിയല്ല. ധർമ്മത്തിന്റെ ലക്ഷണം പഠിപ്പിക്കുമ്പോൾ വേദ സ്മൃതി സദാചാര സ്വസ്യജ പ്രിയമാത്മന ഏതചതുർവിധം പ്രാഹു സാക്ഷാത് ധർമ്മസ്യ ലക്ഷണം. സ്വസ്യജ പ്രിയമാത്മന, ആത്മപ്രിയം, അത് ധർമ്മമാണ്. ആത്മപ്രിയത്തിൽ നിന്ന് നോക്കിയാലും യുദ്ധം നമുക്ക് ഹൃദയപൂർവ്വം സ്വീകരിക്കാനാവില്ല. പിന്നൊരു മമത, ഗീതയിൽ ഇങ്ങനെ ഭഗവാൻ പറഞ്ഞു, ഭഗവാനോടൊരു മമത, അർജുനനോടൊരു മമത, യുധിഷ്ഠിരനോടൊരു മമത, അവകാശത്തോടൊരു മമത, ഭാരതീയമായി ഉണ്ടായതിനോടൊരു മമത. അതുകൊണ്ട് യുദ്ധം ന്യായമാണെന്ന് സമർത്ഥിക്കാൻ നമ്മുടെ ബുദ്ധി ഉപയോഗിക്കേണ്ട ഒരു ആവശ്യം ഇത്രയൊക്കെ വന്നാൽ മാത്രമേ തോന്നൂ. അങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ചാലും ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്നാലും അത് ശരിയായോ എന്ന ശങ്കയും കിടക്കും. ശരിയല്ല. അപ്പൊ പ്രിയം എടുത്തു നോക്കിയാലല്ല, വേദങ്ങൾ മാഹിംസ്യാത് സർവാഭൂതാനി ഉറപ്പിച്ചു പറയുന്നുണ്ട്. ശ്രുതി ധർമ്മജിജ്ഞാസമാനാനാം പ്രമാണം പരമം ശ്രുതി എന്ന് പറഞ്ഞിടത്ത് ഇതിൽ കണ്ടാലും അതേ സ്വീകരിക്കേണ്ടു എന്ന് തെളിച്ചു പറഞ്ഞിട്ടുണ്ട്. സജ്ജനങ്ങൾ അവരൊരിക്കലും ആചരിക്കാത്തതാണ് യുദ്ധങ്ങൾ, ഹിംസകൾ. ധർമ്മത്തിന്റെ ഏത് നീതിശാസ്ത്രങ്ങളിൽ വെച്ച് ഏത് തരത്തിൽ അപഗ്രഥിച്ചാലും ഇത് വരാത്തിടത്ത് ധർമ്മനീതികളെ കാറ്റിൽ പറത്തി മാത്രമേ മുന്നേറാൻ പറ്റൂ. ഇവിടെയാണ് അർജുനന്റെ പദത്തിലെ നയോത്സ്യ എന്ന ശബ്ദമാണ് ഇതിലെ മർമ്മപ്രധാനമെന്നും അതിൽ നിന്ന് വേണം നമുക്ക് കയറിപ്പോകാനെന്നും അർജുനൻ പാണ്ഡുവിന്റെ പുത്രനല്ലായിരുന്നുവെങ്കിൽ ഈ യുദ്ധത്തിലെ പങ്ക് എന്തായിരുന്നു എന്നും മനസ്സിലായില്ല. അർജുനൻ ദുര്യോധനന്റെ അല്പം അന്നമുണ്ണുകയോ ദുര്യോധനന് സഹോദരനായി ജനിക്കുകയോ ചെയ്താൽ ഈ യുദ്ധത്തെക്കുറിച്ചുള്ള ശങ്ക എവിടെ നിന്നായിരിക്കുമെന്നും മനസ്സിലായില്ല. അർജുനനെയും അർജുനന്റെ ശങ്കയെയും അപഗ്രഥിക്കുവാനും പഠിക്കുവാനും അർജുനനെ യുദ്ധത്തിലേക്ക് നയിക്കുവാനും അർജുനനോടൊപ്പം നാം നീങ്ങുമ്പോൾ ആ അർജുനൻ ധൃതരാഷ്ട്രന്റെ പുത്രനായി നിന്നുകൊണ്ടാണ് ഈ ശങ്ക ചോദിക്കുന്നതെങ്കിൽ ആ പക്ഷത്ത് ധർമ്മം വരുമെന്നാണോ സ്വധർമ്മത്തിലൂടെ നാം വ്യാഖ്യാനിക്കേണ്ടി വരിക എന്നും. കാരണം ജ്യേഷ്ഠനായ കർണൻ അവിടെ നിൽക്കുന്നതും ധർമ്മമാണല്ലോ. അമ്മാമനായ ശല്യനപ്പുറത്ത് പോയി നിൽക്കുന്നതിനും ധർമ്മമുണ്ടല്ലോ. മനസ്സിലായില്ല. പിതാമഹനായ ഭീഷ്മൻ അപ്പുറത്ത് നിൽക്കുന്നതിന് അംഗീകരിക്കേണ്ടി വരുന്നുണ്ടല്ലോ. തന്നെ പഠിപ്പിച്ച ദ്രോണൻ അപ്പുറത്തു നിന്ന് തനിക്കെതിരായി ആയുധങ്ങൾ വർഷിക്കുമ്പോൾ അയാളും താനും ചെയ്യുന്നത് ധർമ്മമാണെന്ന് പറയുന്നത് കേവല ധർമ്മമല്ലല്ലോ. ചോദ്യം മനസ്സിലായില്ല. ഇത്തരം 1000 ചോദ്യം വരും. ഇതൊന്നും ഉത്തരം പറയാതെ, ഇതൊന്നും കാണാതെ, ഇതൊന്നും വായിക്കാതെ, ഇതൊന്നും ഉൾക്കൊള്ളാതെ ഒഴുക്കൻ മട്ടില് എന്നും പറയുന്നത് പോലെ പറഞ്ഞും പഠിച്ചും പോയാൽ മതിയെങ്കിൽ പ്രശ്നത്തിന് സങ്കീർണതയില്ല. ഇതൊക്കെ നമ്മളിൽ ശാന്തമാകാതെ കിടക്കുകയും ചെയ്യും. ഈ ചോദ്യമെല്ലാം എപ്പോഴെങ്കിലും ഒന്നും ഒറ്റയുമൊക്കെയായി നമ്മളെ തന്നെ വേട്ടയാടുകയും ചെയ്യും, ആരും ചോദിച്ചില്ലെങ്കിലും. ശരിയല്ല. നമ്മൾ ആരോടെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ആരോടെങ്കിലും വർത്തമാനം പറയുമ്പോൾ ഒക്കെ ആരും ആ ചോദ്യം ചോദിച്ചില്ലെങ്കിൽ നമ്മളിൽ ഈ ചോദ്യം നേരത്തെ ഉന്നയിച്ചാൽ തന്നെ, ഓ ദൈവമേ രക്ഷപ്പെട്ടു, അയാൾ ആ ചോദ്യം ചോദിച്ചില്ലല്ലോ, ചോദിച്ചാൽ എനിക്ക് അതിന് ഉത്തരം അറിയില്ല എന്ന് ആ നേരത്തെ ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്നിലുണ്ടാവും. ശരിയല്ല. ശരിയല്ല. അപ്പോ അവർ ചോദ്യം ചോദിക്കാത്ത മേഖലയിലൂടെ സമർത്ഥമായി ഞാൻ കടന്നുപോയെങ്കിൽ മാത്രമേ ഇത് അവസാനം വരെ എത്തിക്കുവാൻ എനിക്ക് പറ്റുകയുള്ളൂ എന്ന ഒരു
ആപേക്ഷികത അറിവിന് വരുമ്പോൾ അത് കേവലമായൊരു അറിവായി മാറുന്നില്ല, അതൊരു ദർശനമായി മാറുന്നില്ല, അതൊരു ദാർശനിക സത്യമായി മാറുന്നില്ല. ഈ പ്രശ്നങ്ങളൊക്കെ സങ്കീർണമായുണ്ട്. അർജുനനെ അയാൾ നിൽക്കുന്ന ഒരു കള്ളിയിൽ നിന്നെടുത്ത് മറ്റൊരു കള്ളിയിലേക്ക് വെക്കുമ്പോൾ അവിടെ സമർത്ഥമായി വ്യാഖ്യാനിക്കുവാൻ പറ്റാത്ത സാധനം ഇവിടെ മാത്രം വ്യാഖ്യാനിക്കുമ്പോൾ അത് ആപേക്ഷിക വ്യാഖ്യാനമേ ആകുന്നുള്ളൂ, സമഗ്ര വ്യാഖ്യാനമാകുന്നില്ല. ഇതെല്ലാം പഠിച്ചിട്ട് ഭഗവാൻ കൃഷ്ണൻ തന്നെ 3-ാം അധ്യായം മുതലുള്ള വാർത്തികത്തിൽ ഇത് വ്യാഖ്യാനിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ വ്യാഖ്യാനം തെറ്റാവുന്ന പഠിച്ചാൽ മതി. വേറെ വ്യാഖ്യാനിക്കാനും വ്യാഖ്യാനം പഠിക്കാനും പോകണ്ട. ഇതാണൊരു സാമ്പ്രദായിക രീതി. ഇത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇന്ന് അവസാനിപ്പിക്കും. നാരായണം നമസ്കൃത്യ നരം ചെയ്ത നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരേ. ഹരി ഓം. ഓം തത്സത്ത് എന്ന വേദപ്പൊരുൾ അനവരതം പ്രോജ്വലിക്കുന്ന ദിവ്യ സ്വാന്ത ശ്രീപൂണ്ട് പാദാശ്രിത സുജനതതിക്കാത്മബോധം വളർത്തി ശാന്താത്മാവായി സദാ തസ്മൃതിയോട് വിലസും ദൈവമേ സദ്ഗുരു ചിന്മയാനന്ദ തൃപാദപത്മം തൊഴുന്ന ഗുരുവര കരുണാലേശമുണ്ടെന്നു വന്നാൽ ഒരുവനും ഒരു കാര്യം സത്യമല്ലാതെയുണ്ടോ? പരമതിൽ ഒരു ദൈവം മറ്റെനിക്കില്ല വർത്താൽ പരമശിവനതാം ആചാര്യനെ കൈതൊഴുന്നൻ ഗംഗാസംഗീതമൗലിയിൽ വണിഗണം കൊണ്ടുള്ള മല്യങ്ങളും തുങ്കശ്രീചിതറുന്ന തിങ്കളും അണിഞ്ഞിടുന്ന കാലാന്തകൻ അങ്കമ്പാതി ഗിരീന്ദ്രകന്യക തനിക്കായിട്ടു നൽകിയിടുവോൻ ചെങ്ങന്നൂർ അമരുന്ന ശങ്കരൻ എനിക്കേറ്റം തുണച്ചീടണം. ഹരി ഓം.